ലഹരിക്കും അക്രമത്തിനുമെതിരെ കണ്ണൂർ ജില്ലയിലെ 236 കേന്ദ്രങ്ങളിൽ പദയാത്രകളും ബഹുജന സംഗമവും സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മഹിളകൾ, വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. നോ ഡ്രഗ്സ്, നോ വയലൻസ്. ലഹരിയും അക്രമവും നമുക്ക് വേണ്ട. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു പരിപാടിയായിട്ടാണ് CPIM ഈ പരിപാടിയെ കാണുന്നത്. സമീപകാലത്തായി കുട്ടികളടക്കമുള്ളവർ, സഹപാഠികളടക്കമുള്ളവർക്ക് നേരെയാണ് അക്രമങ്ങൾ നടത്തുന്നത്. അത് കൊലയിലേക്ക് അടക്കമെത്തുന്നു. അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ചെറിയ കുട്ടികളുടെ മനസ്സിൽ വയലൻസ് സൃഷ്ടിക്കത്തക്ക നിലയിലാണ് ലഹരി ഉപയോഗം കൂടുന്നത്. അതോടൊപ്പം സിനിമകളും സീരിയലുകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളുമെല്ലാം കുട്ടികളെ ഈ ദുസ്വാധീനത്തിന് ഇടയാക്കുന്നു. കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടത് അവർ മാതൃകയാക്കേണ്ടത് മനുഷ്യത്വവും സാഹോദര്യവും മറ്റുള്ളവരോട് ബഹുമാനത്തോടുകൂടി പെരുമാറാനുള്ള കാഴ്ചപ്പാടുമാണ്. അധ്യാപകരോട് പോലും മോശമായി പെരുമാറുന്ന ചിലരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലഹരി വേണ്ടത് ജീവിതത്തോടാവണം, ഭാവിയോടാവണം. അല്ലാതെ ആക്രമിക്കാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന ലഹരി ഉപയോഗമല്ല നമുക്ക് വേണ്ടത്. മാർച്ച് മാസം പരീക്ഷാ മാസങ്ങളാണ്. ഈ സമയത്ത് SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും എല്ലാം നടക്കുകയാണ്. SSLC പരീക്ഷ മാർച്ച് 26 അവസാനിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 29 അവസാനിക്കും. പരീക്ഷകൾക്ക് ശേഷം ആഹ്ലാദം പങ്കിടാനെന്ന പേരിൽ ചിലയിടങ്ങളിൽ കൂട്ടായ്മകൾ രൂപപ്പെടുകയും അത് അക്രമത്തിലേക്കും സ്കൂളിലെ ഫർണിച്ചർ തകർക്കുന്ന ഇടത്തേക്കും എത്തും. അത് തടയാൻ സമൂഹത്തിന് കഴിയണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ അതിനുവേണ്ടി മുൻകൈയെടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇടപെടാൻ കഴിയും. തീർച്ചയായും മാർച്ച് 10 മുതൽ 12 വരെയുള്ള തീയതികൾ 236 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരായ പദയാത്രയും ബഹുജന സംഗമവും വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മള് 236 കേന്ദ്രങ്ങൾ, അത് പാർട്ടിയുടെ ലോക്കൽ കേന്ദ്രമായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ പ്ലേ കാർഡുകളെല്ലാം ഉയർത്തിപ്പിടിച്ചു വൈകുന്നേരം 5 മണി അല്ല, മാർച്ച് 10 മുതൽ 12 വരെ വൈകുന്നേരം 5 മണിക്കാണ് ആരംഭിക്കുന്നത്.
പാർട്ടിയുടെ വിഭജന പ്രസ്ഥാനങ്ങളോട്, യുവജന പ്രസ്ഥാനങ്ങളോട്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് ഈ വിഷയം ശക്തമായി ഏറ്റെടുക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അവരുടെ പരിപാടി. ലഹരിയും ഹിംസയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് അവർ എടുത്ത് ഈ ദിവസങ്ങളിൽ 10-നകം ക്യാമ്പസുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അവരുടെ ക്യാമ്പയിൻ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് SFI പ്രവർത്തകന്മാരാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത SFI പ്രവർത്തകന്മാരായ 35 പേരെയാണ് KSU അടക്കമുള്ള മറ്റ് സംഘടനകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ ക്യാമ്പസുകളിൽ വെച്ചോ പുറത്തു വെച്ചോ SFI പ്രവർത്തകന്മാർ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ചരിത്രമില്ല. ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രൻ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കനായ ബിടെക് വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ ആ കലാലയത്തിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് KSU യൂത്ത് കോൺഗ്രസ് അക്രമി സംഘമാണ്. ആ കൊലയാളിയായ പൈലിയെ കൂടെ നിർത്തി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം നടത്തിയ പാർട്ടി കോൺഗ്രസാണ്. ആ കൊലയാളിയെ തോളിൽ കൈയിട്ട് ലാളിച്ച് വളർത്തി ഞാൻ ഇയാളെ സംരക്ഷിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് SFI പ്രവർത്തകന്മാരല്ല അക്രമത്തിന് ഉത്തരവാദികൾ. KSU അടക്കമുള്ള മറ്റ് സംഘടനകളും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവുമാണ് കലാലയങ്ങൾ സംഘർഷ ഭൂമിയാക്കി മാറ്റിയത്. ഈ ലഹരി MDMA, രാസലഹരി ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യാപകമായി ഇങ്ങനെ വരികയാണ്. അത് തടയുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ലഹരി തടയാൻ എക്സൈസ് വകുപ്പോ പോലീസ് വകുപ്പോ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. എന്നാൽ അവർക്ക് ഉത്തരവാദിത്വം അതവർ നിർവഹിക്കുന്നു. അവർ പരാജയമായിരുന്നുവെങ്കിൽ ഇതിനകം പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ, കേസുകൾ അത് പരിശോധിച്ചാൽ എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും കൃത്യമായി നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. എന്നാൽ അവരെ കൊണ്ട് മാത്രം ലഹരി എന്ന വിപത്ത് തടയാനാവില്ല. ലഹരി ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് വിമുക്തരാകും. ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല നശിക്കുക, അതോടൊപ്പം കുടുംബവും നാടും നാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലഹരിക്കെതിരായ ക്യാമ്പയിൻ കേവലം സർക്കാരിന്റെയോ അതുപോലെ തന്നെയുള്ള വിവിധ വകുപ്പുകളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന തിരിച്ചറിവാണ് CPIM-നെ ലഹരിക്കും അക്രമത്തിനുമെതിരെ വിപുലമായ പദയാത്രയും ബഹുജന സംഘവും സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മദ്യം നിരോധിച്ചതാണ് അമേരിക്ക. പക്ഷെ അത് പ്രായോഗികമായില്ല. അതിൽ നിന്ന് തെളിഞ്ഞതാണ് മദ്യപിക്കുന്നവർ തന്നെ അത് വേണ്ടെന്ന തരത്തിൽ ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെയാണ്. മദ്യം നിരോധിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രായോഗികമല്ലാതെ തെളിഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പം മദ്യപിക്കുന്നവർ മദ്യത്തിലേക്ക് കുടിക്ക് അടിമപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കുട്ടികൾ, ചെറുപ്പക്കാർ അതിലേക്ക് വഴുതി വീഴുന്നതിനെ പിന്തിരിപ്പിക്കാൻ DYFI പോലെയുള്ള സംഘടനകൾക്ക് സജീവമായി ഇടപെട്ടാൽ കഴിയില്ല. തീർച്ചയായും അത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. DYFI, SFI സംഘടനകൾ മാത്രമല്ല, മുതിർന്നവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. ലഹരിക്ക് അടിപ്പെടാത്ത വിധത്തിൽ കുട്ടികളെ നന്മയിലേക്ക് നയിക്കുക എന്നത് കുട്ടികളിൽ നിന്ന് ആരംഭിക്കണം. അതുകൊണ്ടാണ് ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മദ്യം ഉപയോഗിക്കൽ എന്നത് മാത്രമല്ല ഇപ്പൊ കാണുന്നത്. ലഹരി വസ്തുക്കൾ മസ്തിഷ്കത്തെ അപകടപ്പെടുത്തുന്ന ലഹരി വസ്തുക്കൾ, മാരകശേഷിയുള്ള ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്നതാണ് എന്ന് കരുതി മദ്യപിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു നാളെ വ്യാഖ്യാനിക്കുന്നു. അത് ഉപയോഗിക്കുന്നതാണ് വലിയ അപകടം. മദ്യപിക്കുന്ന ഒരു പാർട്ടിയിൽ വേണ്ട എന്നൊക്കെയാണ്
അത് മദ്യപിക്കുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളാക്കി മാറ്റാൻ കഴിയില്ല. സമൂഹം അത് അംഗീകരിക്കില്ല. എം വി ജയരാജൻ മദ്യപിച്ചിട്ട് നാളെ ഈ പാറക്കട്ടിയിൽ നടന്നു വരുമ്പോൾ ഒരു സ്ഥലത്ത് റോഡരികിൽ വീണാൽ അത് പരിഹസിക്കുന്ന വിധത്തിലേക്കാണ് നാട്. അതുകൊണ്ട് അതിൽ ഉറച്ച നിലപാടാണ് CPM. അത്തരം ആളുകൾ പാർട്ടിയിൽ വേണ്ട. അത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ അടക്കം പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൽ നിന്ന് അവരെ വിമുക്തരാക്കുക. നമ്മുടെ സമൂഹം പല രീതിയിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് മലീമസമായിരിക്കുക. അങ്ങനെയുള്ള മാലിന്യങ്ങൾ ബൂർഷ്വാ സമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടാവുമ്പോൾ അതിന്റെ ചെളി കമ്മ്യൂണിസ്റ്റുകാരനും തെറിച്ചു വീണേക്കാം. പക്ഷേ അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പൂർണ്ണമായി മോചിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടി അംഗങ്ങൾ. തീർച്ചയായും ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണ് കൂടുതലായി കാണുന്നത്. അത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങളെ ഗവൺമെന്റിന്റെ പരാജയമായി വൻതോതിൽ വിമർശിക്കപ്പെടുന്നു. വൻതോതിലുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ LDFനെ വൃത്തിക്കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ LDFനെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് വരുന്നത്. അല്ല, എല്ലാ പ്രശ്നത്തെയും രാഷ്ട്രീയവൽക്കരിക്കുകയും ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുകയും ചെയ്യുകയാണ് വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും വലതുപക്ഷ മാധ്യമങ്ങളും ചെയ്യുന്നത്. വന്യജീവികൾ കാട്ടിൽ താമസിക്കേണ്ടതാണ്. പക്ഷെ കാട്ടിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വന്നപ്പോൾ കാട്ടിലും ചൂട് അനുഭവപ്പെടും. അവര് നാട്ടിലേക്ക് വരികയാണ്. അക്രമകാരികളായ ആളെ കൊല്ലുന്ന വന്യജീവികൾ മനുഷ്യന്മാരെ കൊന്നാൽ അവര് വെറുതെ വിട്ടുകൂടാ, അവരെയും കൊല്ലണം. പന്നി മനുഷ്യന്മാരെ കുത്തി കൊന്നു കഴിഞ്ഞാൽ ആ പന്നീനെ എങ്ങനെയാണ് വെറുതെ വിടാൻ കഴിയുക? നാളെ വേറെയാളെയും കൊല്ലില്ലേ? അതുകൊണ്ട് പന്നി മനുഷ്യനെയും കൃഷിയെയും ഇല്ലാതാക്കുമ്പോൾ അതിനെ പന്നിയെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കണം. അതിന് കേരളത്തിലാണ് നടപടി സ്വീകരിച്ചത്, ഇന്ത്യയിലെ മറ്റിടങ്ങളിലല്ല. അതുപോലെ മറ്റ് അപകടകാരികളായ വന്യജീവികളെയും നേരിടും. അതിന് നിലവിലുള്ള കേന്ദ്ര വനസംരക്ഷണ നിയമം മാറ്റണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാനുള്ള ശാസ്ത്രീയമായ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി 1000 കോടി രൂപ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ബജറ്റിൽ അതിന് ഒരു നയ പൈസ വഴിയില്ല. അപ്പോ കേരളം യഥാർത്ഥത്തിൽ വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ, കൃഷിയെ രക്ഷിക്കാനാണ് പരിശ്രമിക്കുന്നത്. അതിൽ മൃഗങ്ങൾ കാട്ടിലേക്ക് വരുന്നതോടുകൂടി ചില പ്രദേശങ്ങളിൽ ആളെ കൊല്ലുന്നു, കൃഷിയെ നശിപ്പിക്കുന്നു. ഈ പ്രശ്നം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റിനാലാവുന്നതെല്ലാം ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ് LDF സർക്കാർ കാണുന്നത്. അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് MLA ഊട്ടിയിൽ വെച്ച് സത്യാഗ്രഹം നടത്തുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് പാമ്പളാനി ഫാദർ നടത്തി പ്രസംഗത്തിൽ പോലും ഗവൺമെന്റിനെ നഖശികാന്തം വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പാമ്പളാനി പിതാവിന്റെ പരാമർശം ഖേദകരമായി പോയി എന്നുള്ള അഭിപ്രായമുണ്ട്. ഇല്ലല്ല, അവര് അന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാരിനെ വിമർശിച്ചു. പക്ഷെ വിമർശിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനെയാണ്. കാരണം കേന്ദ്ര നിയമമാണ്, സംസ്ഥാനത്തിന് അതിന്മേൽ അധികാരമില്ല. ഇന്ന് നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് ഇരിട്ടിയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ആ സ്ഥലത്ത് കാട്ടിൽ നിന്ന് ആന വന്ന് പാലം കടന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് ആനയെ നീയൊന്ന് പോകൂ എന്ന് പറയണം. അതാണ് നിയമം. നമ്മൾ പറയുന്നത് ആ നിയമം മാറ്റണം. ഒപ്പം മുഖ്യ വനപാലകന് മാത്രം കൊടുത്ത വെടിവെക്കാനുള്ള അവകാശം താഴെയും കൊടുക്കണം. ഇവൻ കൊല്ലാൻ വരുന്നതാണ്. ആളെ കൊല്ലാൻ വരുന്നവനോട് വേദമൂതിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനെ അമ്മട്ടിൽ തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനാണ് ചിലര് പരിശ്രമിക്കുന്നത്. അത് ശരിയല്ല. ഈ അർജുന ഈ മറ്റേ
അത്തരം ആളുകൾ അവരുടെ സ്വാധീനം ഇപ്പോഴും ഉണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവരല്ലേ ഇപ്പൊ ഏടിയുണ്ട്, ഏടി ഉണ്ടാക്കാൻ അവരിനി ഏടിയെങ്കിലും നിന്ന് ലഹരിയും മറ്റും പിന്നെ നാട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോയി കൂടെ ചെയ്യില്ലല്ലാതെ വെറുതെ ഏടിയാൻ. അവരുടെ എല്ലാം കാലം കഴിഞ്ഞ് ഈ ബ്ലേഡ് മാഫിയ സംഘത്തിനൊന്നും ഭാവിയില്ല. ഇനി ആരെങ്കിലും ഒരു തഞ്ചം നോക്കിയിട്ട് വരാൻ നോക്കിയാൽ ജനം മുഴുകുക. അത് അർജുനായെങ്കി ആയാലും ശരി, ഇനി ആയെങ്കി അർജുനായാലും ശരി, പിന്നെ ആകേഷ് തില്ലങ്കേരി ആയാലും ശരി, കേളൻ കോരപ്പേത്തായാലും ശരി, മാഫിയ സംഘത്തിനൊന്നും ഭാവിയില്ല. അത് കർശനമായിട്ട് ജനങ്ങൾ നേരിടും, പോലീസ് നടപടി സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിലേക്കല്ലേ പോകുന്നത്? ആ, സംസ്ഥാന സെക്രട്ടറിയിലേക്ക് മനോജിന്റെ പാർട്ടിയല്ലേ, പാർട്ടിന്റെ പാർട്ടിയല്ല. സാധ്യതയില്ല. എല്ലാം ഒന്നിനും സാധ്യതയില്ലാന്നുമില്ല, സാധ്യതയുണ്ടെന്നും പറയാൻ കഴിയില്ല. അതെല്ലാം സമ്മേളന തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല പേരെ ജയരാജൻ ഏറ്റവും നല്ലയാളല്ല എന്നുള്ളത് ജയരാജൻ അറിയാം. പിന്നെ ഇതിനെ വെറുതെ ഇങ്ങോട്ട് ഭയപ്പെടുന്നു. പിണറായി അടുത്ത മൂന്നാം പിണറായി സർക്കാർ വരിക, വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രി ആവുന്ന ചർച്ചകളും നേതാക്കളൊക്കെ തന്നെ. ഒരു കാര്യം വ്യക്തമാണ്, 5 പേരാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടിമൂടുന്നത്. ആ 5 പേരും തമ്മിലടിക്കുന്ന കോൺഗ്രസ് എല്ലാം ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഏറ്റവും മിടുക്കനായ ഒരാൾ മുഖ്യമന്ത്രി. അതാര് എന്നുള്ളത് മുഖ്യമന്ത്രിയാകേണ്ട പാർട്ടി ഏതെന്ന് തീരുമാനിക്കുന്ന മുന്നണിയും ആ പാർട്ടിയുമാണ് നൽകേണ്ടത് തന്നെയാണോ? അതൊക്കെ ആ സാഹചര്യത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്, അത് ഇപ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. എന്തായാലും ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, മൂന്നാം ഊഴം ഇടതുപക്ഷത്തിന്. ആരൊക്കെ സമ്മതിക്കുന്നു? ശശി തരൂർ, മുല്ലപ്പള്ളി. ഇപ്പോ കോൺഗ്രസിന്റെ അകത്തുള്ള പ്രാദേശിക നേതാക്കൾ സമ്മതിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ മൂന്നാം ഊഴം ഇടതുപക്ഷത്തിനായി. അത് ഇടതുപക്ഷത്തിന്റെ ഒരു ജനകീയ അംഗീകാരമാണ്. അല്ല, അതിനിടയ്ക്ക് CPI ചെറിയൊരു ചാഞ്ചാട്ടം നടക്കുന്നുണ്ട്. ഒരു വിഭാഗം CPI UDF കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് CPIക്കകത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അങ്ങനെ അതിൽ പൂർണ്ണമായി അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസിന്റെ കൂടെ UDFന്റെ കൂടാരത്ത് പോവുക? ദേശീയ തലത്തിൽ ആ കൂടാരം തകരുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ടാണ്? കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണ്ടേ? അവര് മുഴുവൻ ഇടതുപക്ഷത്തിനെതിരായിട്ടില്ലേ പ്രസ്ഥാനം? CPIയിലെ ഒരു വിഭാഗം അങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഭാഗവും ഇടതുപക്ഷത്തിൽ നിന്ന് പോവില്ല. അങ്ങനെയൊന്നും കോൺഗ്രസുകാർ മനപ്പായസം ഉണ്ടാകണം. കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത എന്താ? അവരാകെ തകർന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്നാണ് അവരിനി ഉയരേണ്ടത്. ഉയരാൻ കഴിയില്ല. ശശി തരൂർ പറഞ്ഞ ശരിയായ കാര്യത്തെ പോലും വിമർശിക്കുന്നവരല്ലേ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ്? പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിന് ഉയരാൻ കഴിയുന്നത്? അപ്പൊ ഇന്നലെയും ശശി തരൂർ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് അവസരവാദിയാണ്. അദ്ദേഹം നിയമസഭയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള പ്രമേയം കൊണ്ടുവന്നപ്പോ മുഖ്യമന്ത്രി എല്ലാവരും സഹകരിച്ച് നമുക്ക് കേന്ദ്ര സർക്കാരിന് നിവേദനം കൊടുക്കണമെന്നും നമുക്കൊരു കൂട്ടായ സമരം വേണമെന്നും അഭ്യർത്ഥിച്ചു. ആ പ്രമേയം പാസാക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. മിനിഞ്ഞാന്നെന്താ പറഞ്ഞു? UDFന്റെ നേതൃയോഗം. ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവാണ് തീരുമാനിപ്പിച്ചത് എന്നാണ് അറിയുന്നത്. എന്താ പറഞ്ഞത്? LDFുമായി സഹകരിച്ചിട്ടുള്ള കേന്ദ്രവിരുദ്ധ സമരത്തിന് ഞങ്ങൾ. ശശി തരൂർ പറയുന്നത് എന്താ? വികസനത്തിൽ എല്ലാവരും സഹകരിക്കണം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ? വികസനത്തിൽ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ ഞങ്ങളില്ല. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ജോസ് കെ മാണിയെയും പൂർണ്ണ വിശ്വാസമുണ്ട്. ജോസ് കെ മാണിയെയും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരു കക്ഷിയും ഒരു നേതാവും അതിലെന്താ സംശയം?